വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ചോറ് കഴിച്ചാൽ ഇനി വണ്ണം കൂടില്ല, അറിയാം ബ്രൗൺ റൈസിന്റെ ഗുണങ്ങൾ. വിശപ്പടക്കാനാണ് ചോറെന്ന വാചകം പഴങ്കഥ. ഇന്ന് കാലം മാറി. കടയിൽ പോയി അരി വാങ്ങുന്നത് തന്നെ വലിയൊരു പണിയാണ്. ഇന്ന് മാർക്കറ്റുകളിൽ പലതരത്തിലുള്ള അരികൾ ലഭ്യമാണ്. തവിട് കളയാത്ത അരി പോഷകാധീനമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വെള്ള അരിയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ പോഷക ഘടകങ്ങൾ തവിട് കളയാത്ത ബ്രൗൺ അരിയിൽ ഉണ്ടത്രേ. ഉമി മാത്രം കളഞ്ഞാണ് തവിട് നിറത്തിലുള്ള അരി ഉണ്ടാക്കുന്നത്. വെള്ളയരി പല പ്രക്രിയയിലൂടെ കടന്നുപോയി ഉണ്ടാകുന്നതിനാൽ അരിയിലെ പല ഔഷധ ഗുണങ്ങളും നഷ്ടപ്പെടുത്തും. ഫൈബർ ഘടകം ധാരാളം അടങ്ങിയതിനാൽ ബ്രൗൺ റൈസ് ദഹന പ്രക്രിയയ്ക്ക് കൂടുതൽ ഉത്തമമാണ്. വിശപ്പിന്റെ ദൈർഘ്യം കൂട്ടും. ശരീരത്തിന് ഒരു ദിവസത്തേക്ക് ആവശ്യമായ മാംഗനീസിന്റെ 80% ബ്രൗൺ റൈസ് നൽകും. ഇത് കാർബോഹൈഡ്രേറ്റുകളാലും പ്രോട്ടീനുകളാലും സമ്പന്നമാണ്. നാരുകളുടെ അളവും മറ്റ് ആവശ്യ പോഷകങ്ങളും ബ്രൗൺ റൈസിൽ കൂടുതലാണ്. വെള്ളച്ചോറിനേക്കാൾ കുറഞ്ഞ ഗ്ലൈസോമിക് സൂചിക ഇതിനുണ്ട്. ബ്രൗൺ റൈസ് നൽകുന്ന കൂടുതൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു. നാരുകളുടെ അളവും മറ്റ് ആവശ്യ പോഷകങ്ങളും ചുവന്ന അരിയിൽ കൂടുതലാണ്. വെളുത്ത അരി അഥവാ പച്ചരിയേക്കാൾ കുറഞ്ഞ ഗ്ലൈസീമിക് സൂചികയാണ് ഇതിനുള്ളത്. ഗ്ലൈസീമിക് സൂചിക ഉയർന്ന രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നത് പ്രമേഹത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ ചുവന്ന അരി കൊണ്ടുള്ള ചോറ് കഴിക്കുന്നത് അത്തരം അപകട സാധ്യതകൾ കുറയ്ക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന മാഗ്നീഷ്യം 300 എൻസൈമുകൾക്ക് പകരമാണ്. ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലനാവസ്ഥയിൽ നിലനിർത്തുന്നതിനാൽ മഗ്നീഷ്യത്തിനുള്ള പങ്ക് അതുല്യമാണ്. കാർബോഹൈഡ്രേറ്റ് ഘടകവും ശരീരത്തിന് ഗുണം ചെയ്യും. പല പ്രക്രിയയിലൂടെ കടന്നുപോകുന്ന മറ്റരിയേക്കാൾ ശരീരത്തിന് നല്ലതാണ് ഇത്. ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനെ തടയുന്നു. ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ ചുവന്നരി ദഹനം ചെയ്യുവാൻ കൂടുതൽ സമയമെടുക്കും. ഇത് വിശപ്പിന്റെ ആവർത്തിയെ കുറയ്ക്കുകയും എണ്ണമയം അല്ലെങ്കിൽ പഞ്ചസാര നിറഞ്ഞ ഭക്ഷണങ്ങളോടുള്ള ആസക്തി നിയന്ത്രിച്ച് അതിൽ നിന്നും അധിക ഭാരം ഉണ്ടാകാനുള്ള സാധ്യത തടയുകയും ചെയ്യുന്നു. ശരീരഭാരം ടൈപ്പ് 2 പ്രമേഹത്തിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. പ്രമേഹ രോഗമുള്ളവർക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തവിട് കളയാത്ത അരിയുടെ പ്രധാന ഗുണം ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കൊഴുപ്പിനെ ശരീരത്തിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഫൈബർ വിശപ്പിനെ നിയന്ത്രിക്കുകയും ഇടയ്ക്കിടെ ആഹാരം കഴിക്കാനുള്ള പ്രവണതയെ കുറയ്ക്കുകയും ചെയ്യും. ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നു. ഹൃദയത്തിന്റെയും രക്തക്കുഴലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ചുവന്ന അരി സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തി. ബി വൈറ്റമിനുകളായ B1, മാഗ്നീഷ്യം എന്നിവ ഇവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടിന്റെയും കുറവ് ഹൃദയാഘാതവും ഹൃദയസ്തംഭനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂർണ്ണ ധാന്യം എന്ന് പറയാം. പുറന്തോട് കളയുന്നു എന്നല്ലാതെ മറ്റൊന്നും ഈ അരിയിൽ നഷ്ടപ്പെടുന്നില്ല. ഈ പൂർണ്ണത അരിയിലെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നിലനിർത്തുന്നതിന് ഹൃദ്രോഗം കുറയ്ക്കുന്നതിനും ഉയർന്ന കൊളസ്ട്രോൾ വരാതിരിക്കുന്നതിനും സഹായിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. ഉയർന്ന കൊളസ്ട്രോൾ സാധ്യത കുറയ്ക്കാനും ചുവന്നരി സഹായിക്കുന്നു. സാന്ദ്രത കുറഞ്ഞ ലിപ്പോപ്രോട്ടീനായ LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇത് ഫലപ്രദമാണ്. പൊട്ടാസ്യം, അയോൺ, മഗ്നീഷ്യം എന്നിവ അടങ്ങിയ ചുവന്ന അരി ഉയർന്ന കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഒപ്പം ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ദഹനത്തിനും മികച്ചതാണ്. ചിലയിനം ക്യാൻസർ സാധ്യതകളെ തടയാനും ഇവയ്ക്ക് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ചുവന്ന അരി ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. കുട്ടികൾക്ക് വളരെ നല്ലത്. ഫൈബർ ഘടകങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാലും ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകാത്തതിനാലും ചെറിയ കുട്ടികൾക്ക് ആദ്യ ഭക്ഷണമായി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ദ്രുതഗതിയിലുള്ള കുട്ടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് തവിട് കളയാത്ത അരിയിൽ അടങ്ങിയിരിക്കുന്നത്. കുട്ടികൾക്ക് ശ്വാസമുട്ടുണ്ടാകാതിരിക്കാനും ഇത് സഹായകമാണ്. എല്ലുകൾക്ക് നല്ലത്. മഗ്നീഷ്യ ഘടകം എല്ലുകൾക്കും ഞരമ്പുകൾക്കും പേശികൾക്കും ബലം നൽകുന്നു. എല്ലുകളുടെ ബലത്തിന് കാൽസ്യം പോലെ തന്നെ പ്രധാനമാണ് മഗ്നീഷ്യവും. ശരീരത്തിന് ആവശ്യമായ മഗ്നീഷ്യത്തിന്റെ 2/3 ഭാഗം കാണപ്പെടുന്നത് എല്ലുകളിലാണ്. വിഷസംഹാരി. ഇത്തരം അരിയിൽ വിഷസംഹാരി ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രകൃതിദത്ത രാസപദാർത്ഥമായ ഫൈറ്റോ ന്യൂട്രിയനാൽ സമ്പന്നമാണ് തവിട് കളയാത്ത അരി. അതിനാൽ പല അസുഖങ്ങളുടെയും ശരീരത്തിലെത്താതെ തടയുവാൻ ഈ ഘടകത്തിന് സാധിക്കും. കുറഞ്ഞത് 2 നേരമെങ്കിലും അരിയാഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം മലയാളികളും. ചുവന്ന അരിയും വെള്ളയരിയും നമുക്ക് ലഭ്യമാണ്. ഇതിൽ വൈറ്റമിനുകളും ധാതുക്കളും അടങ്ങിയ തവിട് അല്ലെങ്കിൽ പുറം പാളിയോട് കൂടിയ ചുവന്ന അരി തവിട് കളഞ്ഞ് മിനുസപ്പെടുത്തിയാണ് വെളുത്തരി ഉൽപ്പാദിപ്പിക്കുന്നത്.
ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ള അരിയേക്കാൾ ചുവന്നരി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഡയറ്റീഷ്യന്മാരടക്കം നിർദ്ദേശിക്കുന്നത്. രണ്ടു തരം അരിയിലും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ജീവകവും ഫൈബറും അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തവിടുള്ള ചുവന്ന അരിയിലാണ്. ആന്റി ഓക്സിഡന്റുകളും ഇതിൽ ധാരാളം ഉണ്ട്. ചുവന്ന അരിയുടെ സുപ്രധാന ആരോഗ്യ ഗുണങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.